ഇന്ദ്രജെ, എന്നാലും നമ്മളെ കൊണ്ടുപോകാതിരുന്നത് കുറച്ച് മോശമായി പോയല്ലേ? അത് കല്യാണം വേദയുടേതല്ലേ, പക്ഷേ ആന്റിയുടെ എല്ലാ കാര്യത്തിനും നിൽക്കാറുള്ളത് താനല്ലേ? ആന്റി എന്ത് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് തന്നോടല്ലേ? പിന്നെ പെട്ടെന്നെന്താ ഒരു മാറ്റം? അത് സൂര്യ ഒഴിവാക്കാൻ മമ്മി തീരുമാനിച്ചപ്പോ. അളിയനെ ഒഴിവാക്കാൻ ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? ആന്റി വെറുതെ ഒന്ന് മുഖം തിരിച്ചു പിടിച്ച അളിയൻ വരുന്നില്ല എന്ന് പറയും. പക്ഷേ അതുപോലെ അല്ല തന്റെ കാര്യം. വിജയ് എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ ഇപ്പൊ എല്ലാവരും കൂടി പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ശരി, തനിക്കുള്ളിൽ വിഷമമില്ലാന്നൊന്നും എന്നോട് പറയണ്ട. തന്നെ കണ്ടാ തന്നെ അറിയാം. ആ വേദ ഇപ്പം വിവാഹം കഴിക്കുന്നത് ആരെയാ? ആ രഞ്ജിത്തിനെ. ഈ രഞ്ജിത്ത് ആരാ? ആന്റിയുടെ ആങ്ങളയുടെ മോൻ. അപ്പോ ദേ, ആന്റിക്ക് സ്വാഭാവികമായും വേദയോടും രഞ്ജിത്തിനോടും ഒരു പ്രത്യേകത കാണും. ആന്റി നോക്കുമ്പോ ഇളയ മോളെയും മൂത്ത മോളെയും താരതമ്യം ചെയ്താ നമുക്കെന്താ ഉള്ളത്? നമ്മൾ അമേരിക്ക കണ്ടിട്ടുണ്ടോ? നമുക്ക് അമേരിക്ക ബിസിനസ് ഉണ്ടോ? പിന്നെ ഞാൻ ആന്റിയുടെ ആങ്ങളുടെ മോനാണോ? അല്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇന്ദ്രജെ. ഈ വീട്ടിൽ ഒരു വേർതിരിവ് തുടങ്ങിയോ എന്നൊരു സംശയം. ഏയ്, മമ്മി അങ്ങനെയൊന്നും പെരുമാറില്ല. വിജയ് ചുമ്മാ ഓരോന്ന് പറയണ്ട. അങ്ങനെയൊക്കെ പെരുമാറിയില്ലെങ്കിൽ തനിക്ക് നല്ലത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിച്ചേ പറ്റൂ. അങ്ങനെ മമ്മിയുടെ മനസ്സിൽ വല്ലതും ഉണ്ടാവോ? എനിക്കെന്തോ അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. വേണ്ട, ഞാനേ പറയുന്നത് കേട്ടിട്ട് നീ ടെൻഷനൊന്നും ആവണ്ട. ഞാനുള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുവരെ, ഈ നിമിഷം വരെ ഈ കുടുംബത്തിൽ ആന്റിയുടെ വലം കൈ എന്ന് പറയുന്നത് താനായിരുന്നു. പക്ഷേ ആ സ്ഥാനം മാറിപ്പോയാൽ പിന്നെ വിഷമിക്കേണ്ടി വരും. മമ്മി വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. അതെ, ചോദിക്കാൻ പോയാലേ അതിനേക്കാൾ അപകടമാണ്. ആന്റിയുടെ സ്വഭാവം അറിയാലോ. ആന്റിയെ പൊട്ടിത്തെറിക്കും. അത് ഈ വന്നവരുടെ മുഴുവൻ മുമ്പിൽ വെച്ചായിരിക്കും. അപ്പൊ നാണം കെടുന്നത് ആരാ? താൻ. പിന്നെ എന്ത് ചെയ്യണമെന്നാ വിജയ് പറയുന്നത്? വെറുതെ ഓരോന്ന് പറഞ്ഞു മനുഷ്യന്റെ മനസ്സിൽ തീയോരിട്ടിട്ട്. ഇന്ദ്രജെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വേദയുടെ കല്യാണത്തിന്റെ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ കൃത്യമായിട്ട് താൻ മമ്മിയെ നോക്കണം, വിലയിരുത്തണം. ആ സമയത്ത് തന്നേക്കാൾ കൂടുതൽ പരിഗണന വേദയ്ക്ക് കൊടുക്കുന്നുവെന്ന് തോന്നിയാൽ പിന്നെ ഒന്നിനും സംശയിക്കണ്ട, പ്രതികരിക്കണം. ഞാനിതൊന്നും എനിക്ക് വേണ്ടി പറയുന്നതല്ല. മകളെവിടെയെന്ന് പത്മാ മേഡത്തിനോട് ആരെങ്കിലും ചോദിച്ചാൽ ദേ നിൽക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ കൺമുന്നിൽ വെച്ച് വേദയെ പിടിച്ച് നീക്കി നിർത്തിയാൽ, ഷോ എന്റെ അമ്മോ, എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. ഹൊറിബിൾ. ഞാൻ സമ്മതിക്കില്ല വിജയ്. അങ്ങനെ എന്തെങ്കിലും വേർതിരിവ് എന്നോട് കാണിച്ചാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എപ്പോഴും എന്നെ കയറി ഭരിക്കുന്നതല്ലേ? മമ്മിയുടെയും മോളുടെ ഇടയിൽ ചെറിയൊരു പ്രശ്നമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയല്ലോ. ഇതൊക്കെ കാണുമ്പോ മനസ്സിനൊരു സുഖം. എന്റെ ദൈവമേ, ഇതങ്ങോട്ട് കൊഴുപ്പിച്ചങ്ങോട്ട് കേറ്റി തരണേ. അമ്മയും മോളും രണ്ട് ചട്ടിയിൽ.
അങ്കിൾ, മമ്മിയുടെ സ്വഭാവം ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ആയിരുന്നോ? നിങ്ങളുടെ അമ്മയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാവുന്ന? ഇവളുണ്ടല്ലോ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവള് പഠിച്ച സ്കൂളിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. എന്താ സംഭവം എന്നറിയോ? കൈയിരുന്ന സ്ലേറ്റ് കൊണ്ട് ഹെഡ് മിസ്ട്രസിന്റെ തല അടിച്ചു പൊട്ടിച്ചു. അയ്യോ, റിയലി? അതെന്തായിരുന്നു സംഭവം? അവരൊരു പട്ടാളച്ചിട്ടക്കാരിയായിരുന്നു. ഏട്ടന് സുഖമില്ലാത്തോണ്ട് ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് നേരത്തെ പൊക്കോട്ടെ എന്നൊന്ന് ചോദിച്ചു. സമ്മതിച്ചില്ല. മുമ്പിൽ വന്നു. നിന്റെ ഏട്ടൻ സുഖമില്ലാതെ കിടക്കല്ലേ, അവൻ ചത്താ പോലും നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. ഓ, ഏട്ടൻ ചാവൂന്നൊക്കെ അവരുടെ നാവിന്ന് വന്നപ്പോ പിന്നെ ഞാൻ എന്തെങ്കിലും നോക്കുവോ? അവര് തിരിഞ്ഞടക്കുമ്പോ സ്ലേറ്റ് കൊണ്ട് ഒരൊറ്റ അടി. അവരത് തീരെ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് മുന്നോട്ട് പറഞ്ഞു വീഴുകയും ചെയ്തു. ത്രില്ലിംഗ്. എന്നിട്ടെന്താ, അവര് വീട്ടിലേക്ക് ആളെ അയച്ചു. സുഖമില്ലാതെ കിടന്ന ഞാനടക്കം എല്ലാവരും അവിടെ എത്തി. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ തല കുമ്പിട്ട് പത്മ അവിടെ കരഞ്ഞോണ്ടിരിക്കുന്ന. പക്ഷെ കണ്ട ചിത്രം വേറെ ആയിരുന്നു. ഇരുമ്പിന്റെ ബെൽക്കോലുണ്ട്, അതും എടുത്ത് കൈ പിടിച്ച് എന്റെ അടുത്തേക്ക് ആരെങ്കിലും വന്നാ തല തല്ലി പൊളിക്കുമെന്ന് പറഞ്ഞു വയലന്റ് ആയിട്ട് നിൽക്കുക. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞ് സമാധാനിപ്പിച്ച് ശിക്ഷ അങ്ങ് ഒഴിവാക്കി. 2 വർഷം കഴിഞ്ഞ് റിട്ടയർഡ് ആവുന്നത് വരെ ആ ഹെഡ് മിസ്ട്രസിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. അങ്കിൾ, ഞാൻ എന്റെ ചോദ്യം തിരിച്ചെടുത്തേ. സത്യത്തിൽ ഇപ്പോഴത്തേക്കാൾ അപകടകാരി മുമ്പായിരുന്നു മമ്മി അല്ലേ? പക്ഷെ ആ കുഴപ്പക്കാരിയുടെ ചില അംശങ്ങള് ഇപ്പോഴും പത്മയുടെ കൂടെ പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. എന്തു പറ്റി മോനെ? വഴിയിൽ എന്തോ ബ്ലോക്കെങ്കിൽ ഞാൻ നോക്കട്ടെ.